നീ എന്തൊക്കെയോ കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഈ കുടുംബം നാണം കെടാതെ നോക്കണമെന്നും നീ ഇപ്പൊ എന്തിനാ മന്ത്രിയോട് പറഞ്ഞത്? സത്യം പറ, നീ ആ ചിന്നുവിനെ എന്തെങ്കിലും ചെയ്തോ? ഒന്നാം സമ്മാനവും കിട്ടി. രംഗത്ത് ചിന്നു അഭിനയിക്കല്ലായിരുന്നു, ജീവിക്കായിരുന്നു. അവളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നത് മികച്ച ഒരു നടിയായിരുന്നു. കഴിവുള്ള ഒരു കുട്ടിയെ ചിന്നു. ഹാപ്പിയായല്ലോ. ഈ മല പോലെ ഇങ്ങനെ മുന്നിൽ വന്നിരുന്ന എങ്ങനെ അകത്തോട്ട് പോന്നേ? നാടകം കണ്ടതോടുകൂടി കുഞ്ഞോള് ചിന്നുവിന്റെ ഫാനായെന്ന് തോന്നുന്നു. ആവശ്യത്തിലേറെ ചിന്നുവിനെ പുകഴ്ത്തുകയാണല്ലോ. ഭദ്രേട്ടൻ അറിയോ, സമ്മാനദാനം നടന്നപ്പോ ചിന്നു കുഴഞ്ഞു വീണു. അയ്യോ, നാടകത്തിന്റെ ക്ലൈമാക്സ് ദുരന്തമായിരുന്നു. നാടകത്തിന്റെ പിരിമുറുക്കം കൊണ്ട് ചിലപ്പോ നാടകം കഴിഞ്ഞപ്പോ കുഴഞ്ഞു വീണതായിരിക്കും. എന്തായാലും അവള് സമ്മാനം വാങ്ങിച്ചല്ലോ, അവളുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം കിട്ടിയല്ലോ. അല്ലെങ്കിലും ദുരന്ത നാടകത്തിന്റെ അവസാന രംഗം ദുരന്തമായിട്ടല്ലേ തീർക്കാൻ പറ്റൂ. സ്വന്തം കൈകൊണ്ട് വീണ്ടും എന്തെങ്കിലും പാചകം ചെയ്തോ കുഞ്ഞോളെ? എന്റെ ഈ കൈകൾ കൊണ്ട് ഒരു വേലക്കാരിക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നു. എനിക്ക് എന്നോട് തന്നെ അവജ്ഞയും അപമാനവും തോന്നി. ഹാൻഡ് വാഷ് ഇട്ട് ഇനി കൈ കഴുകണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വേലക്കാരികള് സ്വന്തം നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും വേണ്ടി പല ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിക്കാൻ തയ്യാറാവും കുഞ്ഞോളെ. അക്കാര്യം ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ആള് കുഞ്ഞോളാണല്ലോ. ഈ ചില വേലക്കാരികൾ രാജകുമാരിയാവാൻ വേണ്ടി പല ദ്രോഹങ്ങളും പലർക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട എത്ര വേലക്കാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുഞ്ഞുമോളുടെ മുഖം എനിക്ക് വ്യക്തമായിട്ട് വായിക്കാം. കുഞ്ഞുമോളെന്തോ നേടിയിട്ടുള്ള വരവാണല്ലോ. കുഞ്ഞുമോള് വെറുതെ ടെൻഷൻ ആവണ്ട. എല്ലാ കളിയിലും എന്നത്തേതും പോലെ ഈ കളിയിൽ നീയെ ജയിക്കൂ. ആരെ ലക്ഷ്യം വച്ചാലും അവരത് അനുഭവിക്കും, അത് ഉറപ്പാണ്. കണ്ണു തുറക്ക് ചെല്ലു, പ്ലീസ് ചെല്ലു, പ്ലീസ് ചെല്ലു, കണ്ണു തുറക്ക് ചെല്ലു. ഈശ്വരാ, ഞാൻ അറിഞ്ഞു, രണ്ടാളും അഭിനയിച്ച് തകർത്തല്ലേ. നിങ്ങളുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ തൂക്കി അല്ലേ? എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? നാടകം കഴിഞ്ഞപ്പോ ചിന്നു ചിന്നു ചിന്നുന് എന്തു പറ്റി? ശരി ശരി, ഞാൻ വരാം. ചിന്നു, 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 ഐ ലവ് യു ചിന്നു, ചിന്നു, ഐ ലവ് യു. എന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആ പെണ്ണ് സ്റ്റേജിൽ കുഴഞ്ഞു വീണത്. മൂക്കുന്നും വായുന്നും ഒക്കെ കുറച്ച് രക്തം വരികയും ചെയ്തു. എന്നിട്ട് ആ കുട്ടി ആശുപത്രിയിലാക്കി. നമ്മുടെ മഹി തന്നെ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അവനാണല്ലോ
അവളോടൊപ്പം റോമിയോ ആയിട്ട് അഭിനയിച്ചത്. ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ അത് നാണക്കേടാവോ എന്നാ എന്റെ പേടി. സംഭവം നടക്കുന്നത് കോളേജിൽ വെച്ചല്ലേ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നാണക്കേടാവും? നാടകത്തിലെ നായിക എന്റെ വീട്ടിലെ വേലക്കാരിയാണല്ലോ, നായകൻ എന്റെ മകൻ, അതായത് ആഭ്യന്തരമന്ത്രിയുടെ ഭാവി മരുമകൻ. ആൾക്കാർക്ക് എന്തെങ്കിലും കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ഇനി വേറെന്തെങ്കിലും വേണോ? അങ്ങനെയൊന്നും പേടിക്കണ്ട. അവിടെ ആ കുട്ടിയോടൊപ്പം നിൽക്കുന്നത് എന്റെ ഭാവി മരുമകനാണ്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊരു കേടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം അന്വേഷിക്കുന്നത് എന്റെ പോലീസുകാരാണല്ലോ, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. ഇനി ആ ചിന്നുവിന് എന്തു പറ്റിയാലും എന്റെ കുടുംബത്തെയും എന്നെയും ഒരു വിധത്തിലും ബാധിക്കില്ലല്ലോ അല്ലേ? ഇല്ല, വെറുതെ ടെൻഷൻ ആകണ്ട, സമാധാനമായിട്ടിരുന്നോളൂ. ആ, എനിക്ക് CMന്റെ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ആ ശരി ശരി. സാർ, നീ ഇപ്പൊ ആരോടാണ് സംസാരിച്ചോണ്ടിരുന്നത്? ദക്ഷയുടെ അച്ഛനുമായിട്ടാണോ? ആ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രിയോടാണോ എന്ന്? ചിന്നുവിനെ കുറിച്ച് നീ എന്തെല്ലാമാണ് അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്തൊക്കെയോ കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഈ കുടുംബം നാണം കെടാതെ നോക്കണമെന്നും നീ ഇപ്പൊ എന്തിനാ മന്ത്രിയോട് പറഞ്ഞത്? സത്യം പറ, നീ ആ ചിന്നുവിനെ എന്തെങ്കിലും ചെയ്തോ? ഞാനോ? ഞാൻ അവളെ എന്ത് ചെയ്യാനാ? അവളുടെ നാടകം കാണാൻ പോയതാ ഞാൻ. അവള് നന്നായിട്ട് അഭിനയിച്ചു. എന്റെ കൈകൊണ്ടാ സമ്മാനവും കൊടുത്തത്. എന്തായിരുന്നു ആ സമ്മാനം എന്നാണ് എനിക്ക് അറിയേണ്ടത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്നു വീഴാൻ മാത്രം നീ അവൾക്ക് എന്താണ് നൽകിയത്? സത്യം പറയടി. ഞാൻ നിങ്ങളുടെ ഭാര്യ. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഒരു കൊലപാതകിയായി എന്നെ ചിത്രീകരിക്കുക എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാനമ്മേ. നീ കൊലപാതകം ചെയ്യോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജ്യൂസിൽ നിനക്ക് വിഷം കലർത്തി തന്നത് ചിന്നു ആണോ എന്ന് നിനക്കൊരു സംശയമുണ്ട്.